സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിലെ ഇങ്ങനെ വചനം ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഭാഗം എൻ്റെ ഹൃദയത്തിൽ ആഴമായി വരികയും ഈ ഭാഗം നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യണം. ഈ കുടുംബത്തോട് ശക്തമായിട്ട് സംസാരിക്കണമെന്നുള്ള ബോധ്യം ഉള്ളത് കൊണ്ടാണ് ഈ ഭാഷത്തിലേക്ക് വരുവാനായിട്ട് ഇടയായിട്ട്. സെഫന്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങളാണ് ഇപ്പോൾ സമയ ദൈവജന ചിന്തയ്ക്കായി നമ്മൾ വായിക്കുവാനായിട്ട് ഇടയായിട്ട്. ഹല്ലേലൂയ. സെഫന്യാവ് ചെറിയ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ ഒരു പ്രവാചകനാണ് സെഫന്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ. വലിയ പ്രവാചകന്മാരും ഉണ്ട്, ചെറിയ പ്രവാചകന്മാരും. വലിയ പ്രവാചകന്മാർ യെശയ്യാവ്, യിരെമ്യാവ്, ഹെസ്കേൽ, ദാനിയേൽ ഒക്കെയാണ് വലിയ പ്രവാചകന്മാർ. ചെറിയ പ്രവാചകന്മാർ ഹോശേയ മുതലുള്ള മലാക്കി വരെ ഉള്ള പുസ്തകങ്ങളെ ആണ് അവരുടെ ശുശ്രൂഷ കാലയളവും ചെറുതായിരുന്നു. അവർ എഴുതിയ പുസ്തകങ്ങളും എന്തായാലും ചെറിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ ഡിവൈഡ് ചെയ്യുവാനായിട്ട് ഇടയായിട്ടുള്ളത്. ഈ സെഫന്യാവ് എന്ന് പറയുന്ന ഈ പ്രവാചകൻ അധികം ശക്തിയോടെ യെരൂശലേമിൽ യഹൂദയോട് ഒക്കെ ശക്തമേറിയ ദൂത് അറിയിച്ച പ്രവാചകനാണ്. യഹൂദയ്ക്ക് അല്ലെങ്കിൽ യെരൂശലേമിന് ചുറ്റുമുള്ള ജാതികളെ ദൈവം വിധിക്കുമെന്ന് അതിശക്തിയോടെ പ്രവചിച്ചു. അസൂരിനെ വിധിക്കുമെന്ന് ദൈവം അതിശക്തിയോടെ ഈ സെഫന്യാവിലൂടെ പ്രവചിച്ചു. ഫിലിസ്തീയ ദേശത്തെ വിധിക്കുമെന്ന് ദൈവം അധികം ശക്തിയോടെ തന്നിലൂടെ പ്രവചിക്കുവാനായിട്ടിടയായിട്ട് ഏദോമിനെതിരെയുള്ള ദൈവത്തിന്റെ വിധി പ്രഖ്യാപിച്ചത് യഥാർത്ഥത്തിൽ ഈ പ്രവാചകൻ തന്നെയാണ്. യെരൂശലേമിനോടും ദൈവം ശക്തിയോടെ പറയുന്നു. എന്നാൽ ഈ ഭാഗത്ത് നമുക്ക് പ്രധാനമായിട്ട് നാം മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഗ്രഹത്തോട്, യെരൂശലേം ഗ്രഹത്തോട് ദൈവത്തിന്റെ ആത്മാവ് എന്തുകയാണ്? ശക്തിയോടെ പ്രവചിക്കുകയാണ് സെഫന്യാവിലൂടെ. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് പ്രവചിക്കുന്നത്? ഗ്രഹത്തിന്റെ അകത്തൊരു ദൈവപ്രവൃത്തി നടക്കേണ്ടതിന് വേണ്ടി, ഗ്രഹത്തിന്റെ അകത്തൊരു ദൈവ സാന്നിധ്യം എടുക്കേണ്ടതിന് വേണ്ടി അധികം ശക്തിയോടെ സെഫന്യാവ് പ്രവചിക്കുകയാണ്. ഈ വചനം ഇന്ന് ഈ കുടുംബത്തിന് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ദൈവത്തിന്റെ ദൂതായി നമ്മൾ അതിനെ ഏറ്റെടുക്കുവാനായിട്ടിടയായി തീരണം. ദൈവത്തിന്റെ മഹത്വമാണ്, ദൈവത്തിന്റെ ശക്തിയാണത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് അത് കുടുംബത്തോടുള്ള ബന്ധത്തിലാണ് എന്ന് പറഞ്ഞ് നമ്മളെ അതിനെ എന്ത് ചെയ്യരുത്. നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ, ഈ വചനം ധ്യാനിക്കുമ്പോൾ നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന ദൈവത്തിന്റെ ആ വിടുതലുകൾ അനുഭവിക്കുവാനായിട്ടിടയായി തീരണം. ഏതൊരു വാക്യത്തിന്റെ അകത്തും ദൈവത്തിന്റെ ശക്തിയുണ്ട്, ദൈവത്തിന്റെ മഹത്വമുണ്ട്. ദൈവം ആ വചനം അയക്കപ്പെടുന്നതാണ്, ദൈവം ആ വചനം പുറപ്പെടുവിക്കുന്നതാണ്. അതുകൊണ്ട് ഏതൊരു വ്യക്തിയും ആ വചനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അധികം ശക്തിയോട് അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനകരമായി ആര് പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല, ആര് പ്രസംഗിച്ചാലും എന്താണ് പ്രസംഗിക്കുന്നത്? വചനമാണ് സംസാരിക്കുന്നതെങ്കിൽ ഒരു കൊച്ചു ശിശു വന്ന് പ്രസംഗിച്ചാലോ, ഒരു വചനം പറഞ്ഞാലോ, ഒരു പൊട്ടനായ മനുഷ്യൻ വന്ന് ഒരു വചനം പറഞ്ഞാലോ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു കഴിവുമില്ലാത്തൊരു വ്യക്തി വന്ന് വചനം പറഞ്ഞാലോ, നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് അത് ശക്തിയോടെ ഏറ്റെടുക്കുമെങ്കിൽ ആത്മീക വിടുതലായി. അത് ആ പറഞ്ഞ വ്യക്തിയുടെ എന്തല്ല, കഴിവല്ല, ഇതെന്താണ്? ദൈവത്തിന്റെ പറഞ്ഞത് ആരോ ആയിക്കൊള്ളട്ടെ. നമുക്ക് ചിലപ്പോ ട്രാക്ട് ഒക്കെ വിതരണം ചെയ്തിങ്ങനെ ആരോ നമുക്കൊരു ട്രാക്ട് തന്നോട്ടെ. ആ തന്ന വ്യക്തിയുടെ വലിപ്പമൊന്നും അല്ലാണോ? അല്ല. പക്ഷെ അത് വായിക്കുമ്പോൾ ഉള്ള വചനത്തിന്റെ ശക്തിയാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് അതാണ് ജീവിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ആ വാക്യത്തിലേക്ക് വീണ്ടും ഒന്നുകൂടെ വരാം, ഒന്ന് വായിക്കാമോ? ഒന്നുകൂടെ. അന്നാളിൽ അവർ യെരൂശലേമിനോട് ഭയപ്പെടരുതെന്നും സിയോനോട് അധൈര്യപ്പെടരുതെന്നും പറയുന്നു. അന്നാളിൽ, ഏത് നാളിൽ? യഹോവയുടെ ദിവസത്തിൽ, അന്നാളിൽ സിയോനോട് പറയുന്നു, യെരൂശലേമിനോട് പറയുന്നു, എന്ത് ചെയ്യരുത്? ഭയപ്പെടരുതെന്നും
അധൈര്യപ്പെടരുതെന്നും ദൈവം പറയുന്നു. ദൈവത്തിന്റെ ആത്മാവ് അധികം ശക്തിയോടെ ദൈവജനത്തോട് പറയുകയാണ്, നീ ഭയപ്പെടരുതെന്നു, നീ അധൈര്യപ്പെടരുതെന്നു ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നു. എന്ന് പറഞ്ഞ എന്തുവാ? ഇതിന് 9-ാം വാക്യവും 11-ാം വാക്യവും കൂടെ വായിക്കണം. ഇതിന് 9-ഉം 11-ഉം. യഹോവയുടെ നാമത്തിൽ വിളിച്ചപേക്ഷിച്ച് ഏക മനസ്സോടെ സേവിക്കേണ്ടതിന് ആ സമയം ദൈവത്തെ ഏക മനസ്സോടെ ആ ശക്തിയോടെ ദൈവത്തെ സേവിക്കേണ്ടുന്ന ആ ദിവസം. 11-ാം വാക്യം കൂടെ. നിന്റെ ഗർവോത്സുതന്മാരെ നീക്കിക്കളയും. നീ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ ഗർവിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു നാളിൽ ചെയ്യുന്നത് കൊണ്ട് നീ എന്നോട് അതിക്രമമായി ഗർവിക്കാതിരിക്കുന്ന ഒരു നാളിൽ, ദൈവത്തെ വിശുദ്ധിയോടെ സേവിക്കുന്ന ഒരു നാളിൽ, ദൈവവുമായിട്ട് ബന്ധം പുലർത്തുന്ന നാളിൽ, ദൈവം പറയുന്ന വചനങ്ങൾ അതേപടി അനുസരിക്കുമെന്ന് തീരുമാനിക്കുന്ന നാള്, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന നാള്, ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്ന നാള്, അന്നാളിൽ ദൈവത്തെ സേവിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ വിശ്വസ്തയോടുകൂടി സേവിക്കുകയും ചെയ്യുന്ന നാളിൽ, തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന നാളിൽ നമ്മൾ എന്ത് ചെയ്യണം? സിയോനോട് പറയുകയാ, ഭയപ്പാട് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യും? വരുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇല്ല, എന്ത് ചെയ്യണം? ഭ്രമിച്ചു എന്ത് ചെയ്യും? അധൈര്യപ്പെട്ടും വിശാലിന്റെ പരിപാടിയാണ്. നമ്മളെന്ത് ചെയ്യുക? ഭയപ്പെടുത്തി അധൈര്യപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്ഥലം. അവിടെ എന്തെങ്കിലും ഒരു ആപത്ത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് വന്നുകൊള്ളട്ടെ, നമ്മുടെ ഉള്ളിൽ എന്തായിരിക്കും? ഭയങ്കര ഭയപ്പാടാണ് അല്ലേ? യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, ആളുകളൊക്കെ അവിടെ നിന്ന് എന്ത് ചെയ്യാണ്? മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും സംഭവിക്കത്തില്ലെന്ന് ഇസ്രായേൽ ചിന്തിച്ചിട്ടും പലതും എന്ത് ചെയ്തു? സംഭവിച്ചു. അവിടെ എന്താണ് എൻ്റെ ഒത്തിരി മുമ്പ് ചർച്ചിലൊക്കെ ഒത്തിരി ആളുകൾ അവിടെ ഉണ്ട്. പലർക്കും ഞാൻ എന്ത് ചെയ്തു? ഇന്നലെ ഞാൻ പലർക്കും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലർക്കും ഞാൻ മെസ്സേജ് വിട്ടു, സേഫായിട്ട് ഇരിക്കുന്നോ, എന്തുണ്ട് വിശേഷമൊക്കെ. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്തു? അവർ പറഞ്ഞു, പാസ്റ്റർ ഞങ്ങളെ ഒന്ന് അന്വേഷിച്ചതിനായിട്ട് സ്തോത്രം, ഞങ്ങളൊന്ന് വിളിച്ചതിനാ അല്ലെങ്കിൽ ഒരു വോയിസ് ഇട്ടതിനായിട്ട് സ്തോത്രം. പക്ഷേ നമ്മൾ സന്തോഷത്തോടെ എന്ത് ചെയ്യാൻ ഇതൊക്കെയാണ്. ഇസ്രായേലിലുള്ള ചിലർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അവിശ്വാസികളായ ചിലരുണ്ടാവും. അവിശ്വാസികളായി പ്രാർത്ഥനാ വിഷയം എന്നോട് വിളിച്ചു പറയുന്ന ചില ആളുകളുണ്ട് ഇസ്രായേലിൽ. ഹല്ലേലൂയ, സ്തോത്രം. അവരൊക്കെ ഒരു ഫോൺ കോൾ ചെയ്യും, പാസ്റ്റർ എന്നെ അന്വേഷിച്ചല്ലോ, എന്നെ ഒന്ന് ഓർത്തല്ലോ, എന്ന് പറഞ്ഞു. നമ്മുടെ വിശ്വാസികളായ ചിലരെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ വോയിസ് ഇടുവാനായിട്ടിടയായി തീർന്നു. പാസ്റ്റർ ഞങ്ങൾ എന്താണ് അവർ പറഞ്ഞത്? ഞങ്ങൾ ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വരുന്നത്? തീ അഗ്നിജ്വാല വരുന്നത് എന്ത് ചെയ്യാണ്? കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലരെ അവിടുത്തെ മാറി എന്ത് ചെയ്തു? താമസിപ്പിക്കുവാനായിട്ട് നമ്മുടെ തന്നെ ആളുകളെ ചിലരെ എന്ത് ചെയ്തു? സേഫായിട്ട് അവിടുത്തെ മാറ്റുവാനായിട്ടും ഇടയായിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രത്യേക ഹല്ലേലൂയ കരുതലും ദൈവത്തിന്റെ പ്രത്യേക സ്നേഹവും തന്റെ ജനത്തോടുണ്ട്. ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ ഫേവറാണ്. ദൈവത്തിന്റെ വിശുദ്ധന്മാർ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ്. അവരുടെ ജീവിതത്തിൽ കഷ്ടങ്ങളോ പ്രതിസന്ധികളോ രോഗങ്ങളോ ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും അത്ഭുതകരമായ വിടുതൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ഒരു എന്താണ്? കരുണയാണ്. ഇവിടുത്തെ മകനെ പല പ്രാവശ്യവും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ആശയവിനിമയം ചെയ്യാൻ എന്ത് ചെയ്യത്തില്ല, നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ട്. പക്ഷെ അച്ഛനും അമ്മാവിലേക്ക് എന്ത് ചെയ്യാം? അത് പഠിച്ചിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ആശയവിനിമയം നടത്താനായിട്ട് പറ്റും. പക്ഷെ നമ്മളത് പഠിക്കാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്തില്ല, എന്ത് പറയണോ നമുക്ക് എന്ത് ചെയ്തില്ല, അറിയത്തില്ല. പക്ഷെ ആളുടെ ദൈവം ആ മകനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ദൈവം വിശ്വസ്തനായ
ശക്തനായ ദൈവമാണ്. Praise the Lord. Hallelujah. ഇന്നലെ ഒരു ആന്റി വന്ന്, കഴിഞ്ഞ ദിവസം ഒരു ആന്റി വന്ന് പ്രസംഗിച്ചില്ലേ? ആ ആന്റിയുടെ കാര്യം ഞാൻ ചോദിച്ചു. ദീപു എന്ന് പറയുന്ന ഒരു മകൻ 42 വയസ്സുണ്ട്. ആ മകന് 42 വയസ്സുണ്ട്. ദിവസമല്ലോ ആ ആന്റി പറഞ്ഞത് അവരുടെ ഈ മുറപ്പെണ്ണ് മുറച്ചെറുക്കനുള്ള അങ്ങനെയുള്ള വിവാഹമായി. ആ റിലേഷൻഷിപ്പിലൂടെ വന്ന എന്താണ് ആ ബ്ലഡ് റിലേഷൻഷിപ്പിലൂടെ വന്ന ഒരു പോളിയാണോ ചോദിച്ചപ്പോൾ അല്ല, പോളിയോ ബാധിച്ചതല്ല. ഡോക്ടേഴ്സ് ചില പറയുന്ന അങ്ങനെ വന്ന ഒരു അസുഖത്താൽ താൻ എന്ത് ചെയ്തു? എഴുന്നേക്കത്തുമില്ല, നടക്കത്തുമില്ല. 42 വർഷം കൊണ്ട് എന്താണ് ഞാൻ ഞെട്ടിപ്പോയി അത് കേട്ടപ്പോൾ. ഈ ദൈവദാസിനും ആ മരിച്ചുപോയ ദൈവദാസനും കൂടെ ആയിരുന്നു ആ മകനെ എന്തെങ്കിലും ഒറ്റ മകനേ ഉള്ളൂ. ആ ഒറ്റ മകൻ ചിന്തിച്ചൊക്കെ 42 വർഷം കൊണ്ട് ശുശ്രൂഷിക്കുക. ഒന്ന് ചിന്തിച്ചോക്കെ. അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചോണം. അതൊക്കെ നോക്കുമ്പോൾ നമ്മുടെ എന്ത് ചെയ്തിട്ടില്ല, നിങ്ങൾ ഓർക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചോണം. ആ ലൈല എന്ന് പറയുന്ന ആ സഹോദരിക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചോണം. ദൈവത്തിന്റെ കൃപ പ്രത്യേകമായിട്ട് ആ ദാസിക്ക് എന്ത് ചെയ്യട്ടെ, നൽകുവാനായിട്ട് ഇടയായി തീരട്ടെ. എന്നാൽ ശക്തമായിട്ട് എന്ത് ചെയ്യാണ്? ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ആ ദാസിയുമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വന്ന നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, നമ്മൾ എപ്പോഴും താഴോട്ടിറങ്ങി ചിന്തിച്ചാൽ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, താഴോട്ടിറങ്ങി ചിന്തിച്ചാൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ടാവും. നമ്മൾ മുകളിലോട്ട് കയറിയിട്ട് അവർക്ക് അവരുടെ ഒന്നും പ്രശ്നമില്ലല്ലോ, എനിക്കെന്താ മാത്രം ഇങ്ങനെ പ്രശ്നമാണ് ചിന്തിച്ചാൽ എന്താണ് പ്രശ്നം? അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറും. ഇല്ല, നമ്മുടെ മനസ്സിൽ താഴോട്ട് ഇറങ്ങി ചിന്തിച്ച കർത്താവേ, അതുപോലെ എന്നെ ദൈവം അതുപോലെ എനിക്ക് എന്റെ ജീവിതത്തിൽ അങ്ങനെ എന്ത് ചെയ്തില്ലല്ലോ, സംഭവിച്ചല്ലോ. ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവത്തിന് സ്തോത്രം പറയുന്നു, ദൈവത്തെ പുകഴ്ത്തുവാനായിട്ടിടയായി തീരും കേട്ടോ. ഹല്ലേലൂയ. സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധികളിലോ ഏത് കഷ്ടങ്ങളിലോ ദൈവത്തോട് നിലവിളിച്ചു സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അംബേ 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 അംബേ. ഓരി ബലേ സത്കരമാനം ശബലേ വാഹേരി ബലര ബകര ബലാജിക ബല ബല ബലേ ആവേ രബേ ആവേ രബേ ആവേ രബേ സൈദേ രബോരം ഷോ ആബിയേ രബലാജിക മേ രബലേ. ഓ ബലം ശക്തിയും ജയം നൽകുന്നവനെ വാദിലബലേ ആവേ ആവേ സവി ഖബരാശികബേ രബലാജിബലേ വൈദേ വലവാ സൈബേ വലവാ ജീബേ ധനാബനാരവം ബലാശികേ ബലേ. ബാഹ്ലേ സ്തുതി. പരിശുദ്ധൻ പരിശുദ്ധൻ. സിയോനോട് ദൈവം പറയുന്നു, ഭയപ്പെടരുതെന്നും സിയോനോട് അധൈര്യപ്പെടരുതെന്നും പറയുന്നു. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. രക്ഷിക്കുന്ന വീരനായി ദൈവം ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ട്. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? എന്റെ കുടുംബത്തിനകത്ത്, എന്റെ മധ്യേ, സഭയുടെ മധ്യേ, എന്റെ കുടുംബത്തിന് മധ്യേ രക്ഷിക്കുന്ന വാദേ ബലേ വാദേ സവേര മിശ്ബല. ഹല്ലേലൂയ. മഹത്വം. ഹല്ലേലൂയ. പരിശുദ്ധ രക്ഷിക്കുന്ന വീരനായ യഹോവ എന്റെ നടുവിലുണ്ട്, കുടുംബത്തിലുണ്ട്, എന്റെ സഭയ്ക്കകത്തുണ്ട്. ശക്തി വെളിപ്പെടുവാണ്. നമ്മൾ വിശ്വസിച്ചാൽ ഈ ശക്തി നമ്മുടെ മേലെത്തി. നമ്മൾ
പ്രാർത്ഥിക്കുമ്പോൾ ഇതൊന്നും ആവർത്തി കർത്താവേ എന്റെ കുടുംബത്തിൽ ദൈവം രക്ഷിക്കുന്ന വീരനായി വിടുവിക്കുന്ന വീരനായി ശകാസ്. ഉണ്ടെന്ന ദൈവത്തിന്റെ വചനമാണല്ലോ. ഹല്ലേലൂയ. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുവെന്ന് നമ്മൾ ചിന്തിച്ചു. കർത്താവേ നീ വിടുവിക്കുന്നവനാണ്, നീ വിടുവിക്കുന്നവനാണ്, നീ ശക്തീകരിക്കുന്നവനാണ്. ദൈവം എന്റെ നടുവിലുണ്ട്. സകല പ്രതിസന്ധികളിലും എന്റെ കൂടെ ഇരിപ്പാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ അധൈര്യം മാറ്റുവാൻ, സാന്നിധ്യം വെളിപ്പെടുവാനായിട്ട്. അതുകൊണ്ട് ഭാരങ്ങളൊന്നും വേണ്ട. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, വലുതോ ആയിക്കൊള്ളട്ടെ, അവിടെ നമ്മൾ നിരാശപ്പെട്ട് തളർന്നു പോകരുത്. അവിടെ നമ്മൾ തളർന്നു പോകും. ദൈവം നമുക്ക് തന്ന ധൈര്യം, ദൈവം നമുക്ക് തന്ന ഉറപ്പ്, നമുക്ക് തന്ന വിശ്വാസം. ചിലപ്പോൾ തളർന്നു പോകാം, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം, ചിലപ്പോൾ വീട് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാകാം. മെസ്സേജ് ഇങ്ങനെ കേട്ടു. ഹല്ലേലൂയ. പത്രോസ് ഇങ്ങനെ കടലിൽ എന്ത് ചെയ്തു? ചാടി. ഇങ്ങനെ വിശ്വാസം കൊണ്ടാ ചാടിയത് അല്ലേ? അത് യേശുവിന്റെ വിശ്വാസം കൊണ്ടാണോ? അല്ല, പത്രോസിന്റെ വിശ്വാസം കൊണ്ടാ ചാടിയത്. കർത്താവേ, അങ്ങനാണെങ്കിൽ ഞാൻ അങ്ങനെ അടുക്കൽ വരെ എന്നെ എന്ത് ചെയ്യണം? കടലിന്റെ നടുക്കൂടെ നടന്നു വരുവാ. കർത്താവേ, അങ്ങാണെങ്കിൽ അങ്ങനെ അടുക്കൽ വരെ എന്നെ എന്ത് ചെയ്യണം? അനുവദിക്കണം. നമുക്ക് കർത്താവ് പറഞ്ഞിട്ടാ നീ വരാൻ പറഞ്ഞു. നീ വിശ്വസിക്കുന്നെങ്കിൽ എന്താ ചെയ്യാൻ പറഞ്ഞു? അവൻ വിശ്വസിച്ച് ഒറ്റ ചാട്ടം അങ്ങോട്ട് കടലിലേക്ക്. ആ വിശ്വാസം എന്താ വിശ്വാസം? ഒരു ഒറ്റ ചാട്ടം, കർത്താവിന്റെ വാക്ക് കേട്ടതും ഒരു ഒറ്റ ചാട്ടം കടലിലേക്ക്. എന്ത് നോക്കി? വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ പത്രോസൊക്കെ എന്ത് ചെയ്യുക? ആളുകൾ ഇളകി മറിയുന്ന കടലിന്റെ മേലെ കൂടെ എന്ത് ചെയ്യണം? കീഴാക്കിക്കൊണ്ട്, അതിനെ കീഴാക്കിക്കൊണ്ട് കർത്താവ് എഴുതുന്നുണ്ട് കേട്ടോ. കർത്താവ് ആ പ്രതിസന്ധികളെ, ആ തിരമാലകളെയും ആ ഓളങ്ങളെയും ഒക്കെ തന്റെ കാൽ കീഴാക്കിക്കൊണ്ട് നടന്നു വരുന്നുണ്ട്. കർത്താവ് അങ്ങ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കും അത് ചെയ്യാൻ കഴിയും. വിശ്വാസത്തിന്റെ ആ അടിയുറച്ച ആ ശക്തി താൻ സംഭരിച്ചുകൊണ്ട് ഒന്നും നോക്കാതെ കടലിലേക്ക് എടുത്ത് ചാടുക. അതാ വിശ്വാസം. വിശ്വാസം ആശിക്കുന്നതിന്റെ ഉറപ്പ്. കാണാത്ത കാര്യങ്ങളുണ്ട്. ഇതുവരെ ആരും അത് ചെയ്തിട്ടില്ല. പക്ഷെ പത്രോസ് അത് ചെയ്തു. ചാടി അത് കർത്താവിന്റെ അടുക്കിലേക്ക് എത്തിക്കും. പക്ഷേ ഈ പറഞ്ഞതുപോലെ കാറ്റും ഓളങ്ങളൊക്കെ കണ്ട് മനസ്സിലായോ? ഭയപ്പെട്ടപ്പോൾ തന്റെ ഹൃദയത്തിലൊരു ചഞ്ചലം, ഹൃദയത്തിലൊരു വിശ്വാസക്കുറവ്. അതിനെ കർത്താവ് പറയുന്നത് അവിശ്വാസി, സംശയം, അല്പവിശ്വാസം. ഹല്ലേലൂയ. അല്പവിശ്വാസം. നീ എന്തിന് സംശയിക്കും? സംശയവും അല്പവിശ്വാസവും അവിടെ എന്ത് ചെയ്തു? കയറിയപ്പോൾ നിനക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇതാ നമ്മുടെ ധൈര്യമൊക്കെ ചോർന്ന് പോകുന്ന ഒരു റീസൺ ഇതാണ്. എന്തോ കയറും? അല്പവിശ്വാസവും സംശയവും. നീ എന്തിനാ? അപ്പോഴാണ് നമ്മുടെ മനസ്സിലായി ഞാൻ പറഞ്ഞത്. ഈ സംശയത്തെ, അല്പവിശ്വാസത്തെ എന്ത് ചെയ്യണം? നമ്മുടെ ധൈര്യത്തെ കെടുത്തി കളയുന്നതാണ്, വിശ്വാസത്തെ കെടുത്തി കളയുന്നതാണ്, നമ്മുടെ ഉറപ്പിനെ കെടുത്തി കളയുന്നതാണ്. ഇല്ല ഇല്ല ഇല്ല, യഹോവ രക്ഷിക്കുന്ന വീരനായി കൂടെയുള്ളതുകൊണ്ട് ഇല്ല, ഞാൻ ഭയപ്പെടുകയില്ല. ഉടനെ കർത്താവ് എന്ത് ചെയ്തു? ആ വാക്കോട്ട് വായിക്കാമോ? യേശു ഉടനെ കൈ നീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ, നീ എന്തിന് സംശയിച്ചു എന്ന് പറഞ്ഞു. ഉടനെ കർത്താവ് നമ്മുടെ മധ്യേ ഇരിക്കുന്ന കർത്താവ് നമ്മുടെ പരാജയം കണ്ടെന്ത് ചെയ്യത്തില്ല, മാറിയിരിക്കുന്നവനല്ല, കൈക്ക് പിടിച്ച് താന്നു പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ?
മുങ്ങിപ്പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഹല്ലേലൂയ. സ്തോത്രം. തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നരുത് കേട്ടോ. ഹല്ലേലൂയ. മതി കർത്താവേ എന്ന് തോന്നിയിട്ടുണ്ടോ? പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോൾ മതി കർത്താവേ എന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നരുത്. മതി കർത്താവേ എന്ന് തോന്നി. ഏലിയാവിനെ പോലെ മതി കർത്താവേ എന്ന് ചെയ്യരുത്. നിന്നെക്കൊണ്ട് വലിയവ ചെയ്യിപ്പിക്കുന്നു. നിന്നെക്കൊണ്ട് നിന്റെ തലമുറയെ കൊണ്ട് നിന്റെ കുടുംബത്തെ കൊണ്ട് വലിയവ ചെയ്യുന്നത് കാണുക. അത് ചെയ്യിപ്പിക്കുക. പദ്ധതിയുണ്ട്. പരിശുദ്ധനെ സ്തുതി. ഹല്ലേലൂയ. ജയം ജയം. ദൈവത്തിന് പദ്ധതിയുണ്ട്. പുറത്തു വരണോ? നിന്റെ അവിശ്വാസത്തിലുണ്ടോ? നിന്റെ അവിശ്വാസത്തിലുണ്ടോ? നിന്റെ സംശയത്തിലുണ്ടോ? നീ പുറത്തു വരണം. അതിന്റെ കാരണവും അതിന്റെ റീസണൊക്കെ കഥ പറയുകയാണ്. അല്പവിശ്വാസികൾ നീ എന്തിനെന്ത് ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സ് തകർന്നു പോകാൻ ഒരു റീസൺ ഉറപ്പോടെ പറഞ്ഞു കർത്താവിന്റെ പദ്ധതികളുണ്ട്. ഹല്ലേലൂയ. അവൻ വിടുവിക്കുന്ന വീരനായി രക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എന്റെ തലമുറയോട് കൂടെയുണ്ട്. നാമത്തെ എല്ലാ ആത്മവിശ്വാസത്തെ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ജനത്തിനാവിൽ ശക്തിയോടെ വെളിപ്പെട്ടു വരട്ടെ. അധൈര്യപ്പെട്ടു പോകരുത്. സ്തോത്രം. ഭയപ്പെട്ടു പോകരുത്. അധൈര്യപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. രക്ഷിക്കുന്ന വീരനായ യഹോവ നമ്മുടെ മധ്യേ ഉണ്ട്. അടുത്തത് അത്യന്തം സന്തോഷിക്കും. സ്നേഹത്തിൽ അവൻ ഇരിക്കുന്നു. ദോഷത്തോടെ അവൻ അവൻ നിങ്കലാനന്ദിക്കും. അവരല്പസമയത്തേക്ക് സൈലന്റ് ആയിട്ടായിട്ട് ഇരിക്കുന്നെങ്കിൽ വചനം പറയുന്നു ഇല്ല, അവങ്കിൽ നീ ആനന്ദിക്കും. ഓ അവങ്കിൽ നമുക്ക് സന്തോഷമുണ്ട്. ഈ ലോകത്തിൽ നമുക്ക് ചിലപ്പോൾ ദുഃഖം മാത്രമേ വരുള്ളൂ. പക്ഷെ യഹോവയിൽ നമുക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ഉല്ലാസമുണ്ട്. നീ സന്തോഷിക്കൂ. അനുഗ്രഹം പ്രാപിക്കൂ. ഉയർച്ചയും ഉല്ലാസവും പ്രാപിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മൾ വിശ്വസിക്കുന്ന കർത്താവേ നിങ്ങളുള്ള സന്തോഷം, നിങ്ങളുള്ള സമാധാനം അതെന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ, അന്ധകാര മണ്ഡലങ്ങളെ ഇന്ന് പകലേശ്വരന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. പലതും ചിന്തിച്ച്, പലതും ഭാവിച്ച്, പല ഭാവിച്ച് നമ്മുടെ സ്വസ്ഥതയിലേക്ക് എടുക്കുന്ന പൈശാചിക ആത്മാവിൽ ജയമെടുക്കുകയാണ്. പരിശുദ്ധനെ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ. കർത്താവിനെ സേവിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. എന്താണ് പിറുപിറുക്കാതെ കർത്താവിനെ എന്ത് ചെയ്യാം? സേവിക്കുക. അല്ലേ? പിറുപിറുക്കാതെ കർത്താവിനെ സേവിക്കുക. പിറുപിറുത്താൽ അതെന്ത് ചെയ്യും? അത് പാവമായി മാറും. ദൈവത്തോടുള്ള പാവമായി മാറും. ഇസ്രായേൽ ജനം അതാ ചെയ്തത്. വലിയ നന്മകൾ കണ്ടിട്ടും, വലിയ അനുഗ്രഹങ്ങൾ കണ്ടിട്ടും, വലിയ ഉയർച്ച കണ്ടിട്ടും, വലിയ അത്ഭുതങ്ങൾ കണ്ടിട്ടും പിന്നെയും പിന്നെയും അവർ എന്ത് ചെയ്തു? മോശയോട് പിറുപിറുത്തു. ദൈവം പറഞ്ഞ മോശയെ അത് നിന്നോടല്ല, അവർ എന്ത് ചെയ്യുന്നത്? എന്നോടാണ് പിറുപിറുക്കുന്നത്. എന്ന് ചോദിക്കേ പിന്നെയും അവർ പിറുപിറുത്തു. അത്ഭുതങ്ങൾ ചെയ്തു. ജീവിതത്തിൽ ചില പ്രതീക്ഷിക്കാത്ത ചില പല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിലേറി വന്നപ്പോൾ
ഹല്ലേലൂയ. ദൈവത്തോട് നോക്കി ചില ചോദ്യങ്ങൾ ചോദിച്ചില്ലേ? ദൈവത്തോട് നോക്കി ചിലത് പറഞ്ഞില്ലേ? ഹല്ലേലൂയ. വിശ്വാസത്തോടെ നിന്ന വിശ്വാസത്തോടെ നിന്ന നിന്നയേതെങ്കിലും മാറ്റുവാനായിട്ട് നിന്നയേതെങ്കിലും മാറ്റുവാനായിട്ട് ശാപത്തെയും നീക്കുവാനായിട്ട് മിസ്രയീമിൽ നിന്ന് നിന്ന മിസ്രയീം എന്ന നിന്ന നീക്കിക്കളഞ്ഞതുപോലെ ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ നിന്ന് നിന്ന് തിന്മ മാറ്റിക്കളഞ്ഞതുപോലെ നിന്ന മാറ്റിക്കളയുന്നത് സ്വർഗമുണ്ട്. നിന്ന മാറ്റിക്കളയുന്നത് ദൈവമുണ്ട്. ആ ദൈവത്തിനോട് വിശ്വസിക്കാം. ആ ദൈവത്തിനോട് വിശ്വസിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത താഴോട്ട് 1-2 വാക്യം കൂടെ വായിച്ചു പെട്ടെന്ന് ഞാൻ ലജ്ജാഭാരം വഹിച്ചവളായ നിനക്കുള്ളവരായി സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളും. ഞാൻ ലജ്ജാഭാരം വഹിച്ചവളായ നിനക്കുള്ളവരായി സംഘത്തെ വിട്ട് ദുഃഖിക്കുന്നവരെ ഞാൻ ചേർത്തുകൊള്ളും. നിന്നെ ക്ലേശിപ്പിക്കുന്ന ഏവരോടും ഞാൻ ആ കാലത്തിടപെടും. ഉണർന്നി നടക്കുന്നതിന് മതി മതി. ഞാൻ നിന്നെ ക്ലേശിപ്പിക്കുന്ന എല്ലാവരോടും ഇടപെടുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. അന്നാളിൽ ഞാൻ ഇടപെടും. വിശ്വസ്തയോടെ നിന്നാൽ, ദൈവകൃപയോടെ നിന്നാൽ, നിലനിൽക്കാതെ നിന്നാൽ, ആത്മവിശ്വാസിയാകാതെ നിന്നാൽ, സംശയിക്കാതെ നിന്നാൽ, അന്നാളിൽ നിന്നെ ക്ലേശിപ്പിച്ചവരോട് ഞാൻ ഇടപെടും. ഞാൻ ഇടപെടും കേട്ടോ, ഞാൻ ഇടപെടും കേട്ടോ, ഞാൻ ഇടപെടും. ദൈവത്തിന്റെ വചനമാണ്. ഞാൻ ഇടപെടും. സ്തോത്രം. ഹല്ലേലൂയ. ഓ ഞാൻ മൗനമാകാതിരിക്കയില്ല. ഒരു സമയത്തേക്ക് ഞാൻ മൗനമായിരിക്കും. പക്ഷെ പിന്നത്തെ ഞാൻ ഇടപെടും. ഹല്ലേലൂയ. അബ്ദേരമാരിബ് സേരവാലിബ് ഷൈവല. ഹല്ലേലൂയ. ദൈവാത്മാവ് ഇടപെടും. ക്ലേശിപ്പിച്ചു, നിന്നെ ദുഃഖിപ്പിച്ച, നിന്നെ നിരാശപ്പെടുത്തിയ, നിന്നെ ലജ്ജിപ്പിച്ച, നിന്നെ തല കുനിക്കുമാറാക്കിയ, രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞ, നിന്നെ ശപിച്ച, നിന്നെ ദുഷിച്ച വ്യക്തികൾ തന്നെ അന്നാൾ ദൈവത്തിന്റെ ആത്മാവിനെ ഇടപെടും. Sabariba Rade Sambo Rebala Lord be Samanaris. Hallelujah. Barishadan ഏവരോടും ഞാൻ ആ കാലത്ത് ഇടപെടും. ഉണർന്നി നടക്കുന്നതിനെ ഞാൻ രക്ഷിക്കുകയും ചിതറിപ്പോയതിനെ ശേഖരിക്കുകയും സർവ്വഭൂമിയിലും ലജ്ജ നേരിട്ടവരെ പ്രശംസയും കീർത്തിയുമാക്കി തീർക്കുകയും ചെയ്യും. സകലഭൂമിയിലും ലജ്ജ നേരിട്ടവനെ പ്രശംസിക്കുകയും കീർത്തിയാക്കി തീർക്കുകയും ചെയ്യും. ഓ ജീസസ്, ഹല്ലേലൂയ. സകല ഭൂമികളിൽ ക്ലേശിപ്പിച്ചത് ലജ്ജ അനുഭവിച്ചെങ്കിൽ നീ കീർത്തിക്ക് കാരണമായിത്തീരും. നീ മഹത്വത്തിന് കാരണമായിത്തീരുമോ? വചനത്തിനൊക്കെ കഴിയുമോ? വചനം വിശ്വസിക്കാൻ കഴിയുമോ? നിന്നെ മഹത്വപ്പെടുത്തുന്ന ഒരു സ്വർഗമുണ്ട് കേട്ടോ. നിന്നെ മഹത്വപ്പെടുത്തുന്ന ഒരു സ്വർഗമുണ്ട് കേട്ടോ. ഉയർത്തുന്ന ഒരു സ്വർഗമുണ്ട് കേട്ടോ. സകല ദേശത്തിൽ നിന്ന് വിശ്വസിക്കാൻ കഴിയില്ല. വിശ്വസിച്ചോ. Hallelujah. Bilabala Shabala. Shamari Vansamari Vattanari Vansam. Oh, Balavane Vishwasin. 13-15 വാക്യങ്ങൾ വായിക്കാം. 13-14-15 വാക്യങ്ങൾ. ഇസ്രായേലിൽ ശേഷിപ്പുള്ളവർ നീതികേട് പ്രവർത്തിക്കയില്ല. ഭോഷ്ക് പറയുകയുമില്ല. ചതിവുള്ള നാവ് അവരുടെ വായിലുണ്ടാകുകയുമില്ല. അവർ മേഞ്ഞു കിടക്കും. ആരും അവരെ ഭയപ്പെടുത്തുകയുമില്ല.
ഭയപ്പെടുകയില്ല. ആരും എന്ത് ചെയ്യത്തില്ല. അതുപോലുള്ള നാവ് ഒന്നുകൂടെ വായിച്ചാൽ പോയത് 13. ഇസ്രായേലിൽ ശേഷിപ്പുള്ളവർ ശേഷിപ്പുള്ളവൻ നീതികേട് പ്രവർത്തിക്കുകയില്ല. അവർ എന്ത് ചെയ്യത്തില്ല. നീതികേട് പ്രവർത്തിക്കുകയില്ല. ദൈവം പ്രത്യേകമായിട്ട് സസ്പെൻഷൻ ചെയ്തേക്കുവാ, ശേഷിപ്പിച്ചിരിക്കുകയാണ്. അവർ എന്ത് ചെയ്യത്തില്ല. നീതികേട് പ്രവർത്തിക്കുകയില്ല. ഭോഷ്ക് പറയില്ല. കള്ളം അവർ എന്ത് ചെയ്യില്ല. പറയുകയില്ല. ചതിവ് ചതിവുള്ള നാവ് അവിടെ വായിൽ നിന്ന് ഉണ്ടാകുകയില്ല. അവർ മേഞ്ഞു നടക്കും. ആരും ഭയപ്പെടുന്നില്ല. സ്തോത്രം. മേഞ്ഞു നടക്കുമെന്ന് പറഞ്ഞാൽ എന്താ. സമർത്ഥിയായിട്ട് അവർ എന്ത് ചെയ്യും. മേയും. അവർക്ക് സമർത്ഥിയുള്ള മേച്ചിൽപ്പുറത്തിലേക്ക് ഞാൻ അവരെ കൊണ്ടുപോകും. ഒരു ദുഷ്ടമൃഗവും വന്ന് ഭയപ്പെടുത്തത്തില്ല. ഒരു കരടിയും ഒരു സിംഹവും അവിടെ വന്ന് എന്ത് ചെയ്യത്തില്ല. ഭയപ്പെടുത്തത്തില്ല. വിശ്വസിക്കുന്നുണ്ടോ? ആ വചനം വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളെ ഭയപ്പെടുത്താൻ ഒരു വ്യക്തിക്ക് കഴിയില്ല. നിങ്ങൾ സമർത്ഥിയും അനുഗ്രഹം ഉല്ലാസം അനുഭവിക്കുമെന്ന നിങ്ങളെ സാല ഭയപ്പെടുത്തുവാൻ, നിങ്ങളെ തകർത്ത് കളയുവാൻ ഒരു അന്ധകാല ശക്തികൾക്ക് കഴിയാവുന്ന ചതുവില്ലാതെ നിങ്ങളുടെ നാവിൽ ഘോഷില്ലാതെ ഇസ്രായേൽ ഗ്രഹത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ഇസ്രായേൽ ഗ്രഹത്തോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. യെരൂശലേമിനോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ഇല്ല, ഞാൻ ഭയപ്പെടുത്തുകയില്ല. ആരും നിന്നെ ഭയപ്പെടുത്തുകയില്ല. അടുത്ത വാക്യം. സീയോൻ പുത്രിയേ, ഘോഷിച്ചാനന്ദിക്ക. ഇസ്രായേലേ, ആർപ്പിടുക. യെരൂശലേം പുത്രിയേ, പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ച് ഉല്ലസിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ സന്തോഷിച്ച് അടുത്തത്. യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി നിന്റെ ശത്രുവിനെ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ ന്യായവിധികളെ മാറ്റി. വിശ്വസിക്കുന്നുണ്ടോ? യഹോവ എന്റെ ന്യായവിധിയെ മാറ്റി നീക്കിക്കളഞ്ഞിരിക്കുന്നുവെന്ന് ഇന്ന് പോലെ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വെളിപ്പെട്ട വചനത്തിന്റെ ശക്തി ജനത്തിന്റെ നടുവിൽ വെളിപ്പെട്ട് വരട്ടെ. നമ്മുടെ മധ്യമുള്ളവനെ ബലവാനെ രാജാവി രാജാവേ സ്തോത്രം. ഇസ്രായേലിന്റെ രാജാവായ യഹോവ നിന്റെ മധ്യേ ഇരിക്കുന്നു. ഇനി അനർത്ഥം കാണുകയില്ല. അന്നാളിൽ അവർ യെരൂശലേമിനോട് ഭയപ്പെടരുതെന്നും സീയോനോട് അധൈര്യപ്പെടരുതെന്നും പറയുന്നു. സ്തോത്രം. വിശ്വാസത്തോടെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് രക്ഷിക്കുന്ന വീരനായി ഹല്ലേലൂയ. എന്റെ കുടുംബത്തിലുണ്ട്, എന്റെ സഭയിലുണ്ട്, എന്റെ ദേശത്തിലുണ്ട്. ഇല്ല, ഞാൻ തകർന്നു പോകില്ല. ഇല്ല, ഞാൻ നശിച്ചു പോകില്ല. ഹല്ലേലൂയ. പ്രത്യേക ശക്തിയോടെ മഹത്വത്തോടെ ആത്മനിറവിൽ വെളിപ്പെടുവാൻ ഇവിടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും, വലിയ വിടുതലുകൾ സംഭവിക്കും. അവിടുത്തെ വിശുദ്ധ കലങ്ങളിലേക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണ ഏൽപ്പിച്ചു. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുമ്പോൾ ചോദിച്ചാൽ